ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, ബെൽ ബട്ടൺ അമർത്തുക. ഒരുപാട് വെറൈറ്റി ഉള്ള റെസിപ്പികളുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ബ്രെഡ് ഉപ്മാവ്. വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക, കാണുക, തീർച്ചയായിട്ടും ഉണ്ടാക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. അപ്പം നമുക്ക് ബ്രെഡ് ഉപ്മാവ് ഉണ്ടാകുന്നതിലേക്ക് കടക്കാവുന്നതാണ്. ഇതിനുവേണ്ടി നമുക്ക് വേണ്ട ചേരുവകളാണ്: 2 വലിയ സവോള അരിഞ്ഞത്, ഒരു മുട്ട, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, 2 ടീസ്പൂൺ ഉലുവ, പിന്നെ നമുക്ക് കടുക്, ടൊമാറ്റോ സോസ്, ബ്രെഡ്. ഈ പറഞ്ഞതിൽ മുട്ട നമുക്ക് ആവശ്യാനുസരണം കൂട്ടാവുന്നതാണ്. പോരാത്തതിന് പച്ചക്കറി കഷ്ണങ്ങൾ ഇടുന്നത് പോലെ, അതായത് നമ്മൾ നോർമൽ റവ ഉപ്മാവ് ഇടുമ്പോൾ ക്യാരറ്റ്, ബീൻസ് മുതലായവ ആഡ് ചെയ്യുമല്ലോ, അതുപോലെ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ബ്രെഡ് അരിയുന്നതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമുക്ക് ബ്രെഡ് ചെറിയ ചെറിയ പീസുകളാക്കാം, നമ്മൾ ഈ അരിയുന്നത് പോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിക് കട്ട് ചെയ്തിട്ട്, അരികിൽ ആ കട്ടിയുള്ള ഭാഗം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവാറില്ല, അപ്പോൾ അത് മാറ്റി പിടിച്ചിട്ട് കട്ട് ചെയ്യാവുന്നതുമാണ്. ഞങ്ങളിവിടെ എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്ക് എത്രത്തോളം ആളുകളുണ്ടോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഈ ഒരു സൈസ് ഇതുപോലെ നല്ല ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞങ്ങളിവിടെ ബ്രെഡ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു രസം ഉണ്ടാകും. അപ്പോൾ എല്ലാം ഈക്വൽ സൈസിൽ നിങ്ങൾ ബ്രെഡ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പം ബ്രെഡെല്ലാം അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഒരു 15 സ്ലൈസ് ബ്രെഡാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ 2 ആൾക്കാർക്ക് വേണ്ടിയാണ് 15 സ്ലൈസ് ബ്രെഡ്. അപ്പോൾ ആളുടെ എണ്ണത്തിനനുസരിച്ച് ഇപ്പം പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റിയും മാറ്റി പിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ ചൈനീസ് അതേപോലെ കേരള അല്ലാത്ത എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മാക്സിമം വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ ഉഴുന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഉഴുന്നൊരു ബ്രൗൺ കളറായി വന്ന ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളകും, അത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വഴന്നു വരണം. നമ്മൾ മലയാളികൾക്ക് മാക്സിമം പരിചയമുള്ള ഐറ്റമാണ് റവ ഉപ്മാവ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്നുള്ള നമ്മുടെ ബ്രെഡ് ഉപ്മാവ്. ഈ വീട്ടിലൊക്കെ ജാമ് തേച്ച് ബ്രെഡ് കഴിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് ബ്രെഡ് ഉപ്മാവ്. അതായത് നമുക്ക് നമ്മുടെ സാധാ ഉപ്മാവ് കഴിക്കുന്ന അതേ ഒരു ഗുണങ്ങൾ, അതായത് ഉള്ളിയും ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ വയറ്റിൽ എത്തുകയും ചെയ്യും, വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം.
സവോള ഈ കാണുന്ന പോലെ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു എളുപ്പ പരിപാടിയാണ് ബ്രെഡ് ഉപ്മാവും. ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സാധാ ഉപ്മാവ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ പൊതിഞ്ഞ് പിള്ളേർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. പക്ഷെ ബ്രെഡ് ഉപ്മാവ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാരണം മാത്രമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ചൂടോട് കൂടി കഴിക്കേണ്ട ഒരു ഡിഷാണ്. ഇതിന് ചൂട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂഡിൽസ് ഒക്കെ ഉള്ള പോലെ ചൂട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ അത് കഴിച്ചു തീർക്കണം. നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ബ്രെഡിൽ ഓൾറെഡി ഒരു ഇച്ചിരി ഉപ്പിന്റെ അംശം ഉള്ളത് കാരണം നമ്മൾ അതിലേക്ക് വേറെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മറ്റുള്ള ഉപ്മാവിന് ഉണ്ടാക്കുന്ന പോലത്തെ ഉപ്പ് കൂടുതൽ നമ്മൾ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യത്തില്ല. ജസ്റ്റ് ഈ മസാലക്കൂട്ടിനുള്ള ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട കോഴിമുട്ടയോ താറാവ് മുട്ട ഏത് വേണേലും ഉപയോഗിക്കാം. അതേപോലെ അതിന്റെ എണ്ണത്തിലാണെങ്കിലും മാറ്റം വരുത്താം. ഒരു 2 ആൾക്കാർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ധാരാളം തന്നെയാണ്. അതിന്റെയും ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സവോളയിലേക്കെല്ലാം. ഇതേപോലൊരു മുട്ട പൊട്ടിച്ചൊഴിക്കലാണ് നമ്മൾ നമ്മുടെ കഴിഞ്ഞ ഐറ്റമായ എഗ് പീസ് ഫ്രൈയിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലും മസാല കൂട്ടിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ബ്രെഡ് ഉപ്മാവ് എന്ന് പറയുന്നത്. ബ്രെഡ് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നത് കാരണം നമ്മുടെ റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന അത്ര നല്ല കുഴമ്പ് രൂപത്തിൽ ഇരിക്കത്തില്ല. പക്ഷെ അതാണ് അതിന്റെ ഒരു ടേസ്റ്റും സോസും ഒക്കെ ഉപയോഗിച്ചത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ട് ആഡ് ചെയ്യാം. ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ ഒരു 15 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 2 ആൾക്കാർക്ക് 15 സ്ലൈസ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി മാറ്റണം. അപ്പോൾ സവോള, തക്കാളി, പച്ചമുളക് ആഡ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം കുറച്ച് കുറച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. ബ്രെഡ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ഈ ഉള്ളിയും ബ്രെഡും മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം തീയിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ മസാലക്കൂട്ട് മൊത്തം നന്നായിട്ട് മിക്സായി വരണം. കണ്ടില്ലേ, ബ്രെഡ് ചുരുങ്ങുന്നത് കണ്ടില്ലേ? നമ്മൾ ഇട്ടപ്പം ഒരു നമ്മുടെ തവ നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ അത് മെല്ലെ മെല്ലെ ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട്. ഈ ബ്രെഡിന് ആവശ്യമായ ഒരു ഇച്ചിരി വെള്ളം, അതായത് നമ്മളിവിടെ ഒരു കൈപ്പിടി വെള്ളമാണ് ഇപ്പൊ തളിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, നമ്മുടെ ബ്രെഡ് ഒന്ന് പതുങ്ങാൻ വേണ്ടിയുള്ളൊരു വെള്ളമാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെക്കാം. ഇതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം മൂടി വെക്കും. ബ്രെഡും കാര്യങ്ങളെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ സോസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ 2 മിനിറ്റായി നമ്മുടെ ബ്രെഡ് എല്ലാം ഒന്ന് പതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന സോസ് ടൊമാറ്റോ സോസ് ആണ്. സോയാ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാറില്ല. ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഉപ്പുമാവ് കഴിക്കുന്നത് തന്നെ. ആവശ്യത്തിന് വേണ്ട സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ബ്രെഡ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഐറ്റത്തിന്റെ കളറ് തന്നെ ഒരു ഇളം ചോപ്പായിരിക്കും. അത് നല്ലോണം മിക്സായി വരുന്ന തരത്തിൽ ഇളക്കി കൊടുക്കുക. സോ വളരെ സിമ്പിളാണ്. നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ് റെഡി ആയിട്ടിരിക്കുകയാണ്. ആകെ ഒരു 5 മിനിറ്റ് നേരത്തെ പരിപാടിയേ ഉള്ളൂ. ഇതൊക്കെ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞതുപോലെ. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അല്ലെങ്കിൽ ബ്രെഡെല്ലാം തണുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇനി തീ ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്.